ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഐഡിയ ആണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്, അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ ആണത്, അതിന്റെ ഫൈനൽ പൊസിഷൻ ആണത്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ട് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തത് ഈ പാത്തിൽ കൂടെയാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് കവർ ചെയ്ത ടോട്ടൽ പാത്തിന്റെ ലെങ്ത്, ആ ലെങ്ത് ആണ് ബേസിക്കലി ഡിസ്റ്റൻസ്. പ്രാക്ടിക്കലി നമ്മളത് എങ്ങനെ മെഷർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫസ്റ്റത്തെ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റിലോട്ട് ഞാനൊരു നൂല് ഞാനിങ്ങനെ ഇട്ടിട്ട് വരിക, ഒരു ത്രെഡ്, എന്നിട്ട് ആ ത്രെഡിന്റെ നീളം എത്രയാണ് നോക്കുക, അതാണ് ബേസിക്കലി ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ എ ബോഡി. ഓക്കെ, അതായത് ദ കംപ്ലീറ്റ് ലെങ്ത് ഓഫ് ദ പാത്ത്, അതാണ് ബേസിക്കലി ഡിസ്റ്റൻസ്. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് എന്റെ ഫൈനൽ പൊസിഷൻ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇതാണ് എന്റെ ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് എന്റെ ഫൈനൽ പൊസിഷൻ. ഇതിനിടയ്ക്ക് ഒബ്ജക്റ്റ് എങ്ങനെ മൂവ് ചെയ്തു എന്നതിനെ പറ്റി ഞാൻ തിങ്ക് ചെയ്യേ വേണ്ട. ഞാൻ എന്ത് ചെയ്യുക, ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, അതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, അതായിരിക്കും ഷോർട്ടസ്റ്റ് ലെങ്ത്. റൈറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിനു മുമ്പേ ഓൾറെഡി നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ബിക്കോസ് അത് എസെൻഷ്യലി ടോട്ടൽ പാത്ത് കവേർഡ് ബൈ എ ബോഡി എന്നാണ്. ടോട്ടൽ പാത്ത് ഒരിക്കലും അതിന്റെ ഡയറക്ഷൻ എന്നൊരു നോഷൻ ഇല്ല, ബിക്കോസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ 5 kilograms എന്ന് പറയുന്ന പോലെ ടോട്ടൽ പാത്ത് ദിസ് മച്ച് ലെങ്ത്, അത്രേ ഉള്ളൂ. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഈ ഡയറക്ഷനിൽ 1 meter മൂവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എസ് ആണ്. സോ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു, ഞാൻ 1 meter എന്ന് പറഞ്ഞാൽ, അതായത് +1 meter എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 1 unit മൂവ് ചെയ്താൽ ഞാൻ പറയും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് -1 meter ആണെന്ന്. അപ്പൊ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഡയറക്ഷന് +1, ഓപ്പോസിറ്റ് ഡയറക്ഷന് -1? ഇത് തിരിച്ചെടുത്താലും കുഴപ്പമുണ്ടോ? തിരിച്ചെടുത്താൽ ഒരു കുഴപ്പമില്ല. നേച്ചറിന് അങ്ങനെ ഒരു തരത്തിലുള്ള പ്രയോറിറ്റീസും ഇല്ല. സൈൻ കൺവെൻഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇനിഷ്യലി നമ്മളൊരു പർട്ടിക്കുലർ സൈൻ കൺവെൻഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ പ്രോബ്ലം നമ്മൾ ആ സൈൻ കൺവെൻഷൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ പല മിസ്റ്റേക്സുകളൊക്കെ വരുത്താൻ അതിനകത്ത് സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പോൾ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ സംസാരിക്കുന്നത് സ്ട്രൈറ്റ് ലൈൻ മോഷനെ പറ്റി മാത്രമാണ്. സോ അവിടെ 2 ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഒരു ഡയറക്ഷനെ ഞാൻ പ്ലസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ ഡയറക്ഷനെ ഞാൻ മൈനസ് എന്നായിരിക്കും വിളിക്കുന്നത്. ഡയറക്ഷൻസിനെ കംപ്ലീറ്റ്ലി നമുക്ക് പ്ലസ് മൈനസ് സൈൻസ് കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു പ്രാവശ്യം 3 dimensionലോട്ടോ 2 dimensionലോട്ടോ ഓക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ പ്ലസ് മൈനസ് സൈൻസ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഡയറക്ഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ കുറച്ചും കൂടെ ക്ലവർ ആയിട്ടുള്ള ഒരു ഐഡിയ കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് ബേസിക്കലി ഐഡിയ ഓഫ് വെക്ടർ. ഓക്കെ, വെക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഡയറക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാനൊക്കെ പറ്റും. റൈറ്റ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന 1 dimensional മോഷനെ പറ്റി മാത്രമാണ്. എന്താണ് 1 dimensional മോഷൻ എന്ന് ഞാൻ എക്സാക്റ്റ് സ്പെസിഫൈ ചെയ്യാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന 1 dimensional മോഷൻ ആണ്. അതായത് ബേസിക്കലി ഓക്കെ സംവാട്ട് ലൈക്ക് എ സ്ട്രൈറ്റ് ലൈൻ മോഷൻ പോലെയാണ്. സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ ആക്ച്വലി ബേസിക്കലി 2 ഡയറക്ഷൻസേ ഉള്ളൂ. ഒരു ഡയറക്ഷൻ പ്ലസ് എങ്കിൽ മറ്റേ ഡയറക്ഷൻ മൈനസ്. സിമ്പിൾ. നിങ്ങൾക്ക് ഡയറക്ഷൻസിനെ വളരെ ക്ലീൻ ആയിട്ട് സൈൻസും ഉണ്ട് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു ഡയറക്ഷൻ നിങ്ങൾ പ്ലസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റേ ഡയറക്ഷനെ മൈനസ് എന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. റൈറ്റ്. ഓക്കെ, ശരി. എങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സപ്പോസ് ഫസ്റ്റത്തെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞിട്ടാണ്, സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഈ ഡയറക്ഷനിൽ 2 meters മൂവ് ചെയ്തു, ഈ ഡയറക്ഷനിൽ 3 meters മൂവ് ചെയ്തു. നമ്മൾ കണ്ടുപിടിക്കേണ്ട അതിന്റെ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ എ ബോഡി, അതായത് ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത്, അതാണ് ബേസിക്കലി ഡിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2 + 3, അതായത് 5. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, അതായത് ഈ ലെങ്ത്, അതാണ് ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ അത് ഹൈപ്പോട്ടിനസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ √2² + 3², അത്രയെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ്. അടുത്തൊരു സിനാരിയോ, സപ്പോസ് നമ്മളൊരു സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നു. ഇതൊരു സർക്കുലർ പാത്താണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഞാൻ ഇനീഷ്യലി ഈ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ സെന്റർ. എൻ്റെ സർക്കുലർ പാത്തിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, ഇനി ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്തു, എക്സാക്ട്ലി ജോമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലെത്തി. അതായത് ഞാൻ ഈ പോയിന്റിലെത്തി. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ട എൻ്റെ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ എ ബോഡി, അതായത് ഈ ലെങ്ത് ആണ് ബേസിക്കലി ഡിസ്റ്റൻസ്. ആ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു സർക്കിളിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr, അതിന്റെ സർക്കംഫറൻസ്, ഇത് അതിന്റെ ഹാഫ് ആണ്. എങ്കിൽ നമുക്ക് പറയാം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2πr/2, അതായത് πr, അതാണ് ബേസിക്കലി ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. നമ്മുടെ ഈ 2 പോയിന്റ്സും ജസ്റ്റ് ജോമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചാൽ
ഓക്കെ, ആ ലൈൻ എക്സാക്ട്ലി സർക്കിളിന്റെ സെന്ററിനെ ടച്ച് ചെയ്തായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഡയമീറ്റർ തന്നെയാണ്. അതായത് ഈ കേസിൽ എനിക്ക് പറയാം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഡയമീറ്റർ, അതായത് 2r. റൈറ്റ്? ഓക്കെ, ഇനി അടുത്തൊരു സിനാരിയോ. സപ്പോസ് ഈ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെയല്ല വന്ന് നിൽക്കുന്നത്, അതിന് പകരം ജസ്റ്റ് ഇതാ ഈ പൊസിഷനിലാണ്. അതായത് ഓക്കെ 3 o'clock പൊസിഷൻ. ഓക്കെ, വാച്ചിന്റെ റൈറ്റ്. അതായത് ഇത് 12 o'clock പൊസിഷൻ എങ്കിൽ ഇതാണ് 3 o'clock പൊസിഷൻ. അത് എക്സാക്ട്ലി 3 o'clock പൊസിഷനിൽ വന്നിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ എ ബോഡി. ടോട്ടൽ പാത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത്രയുമാണ്. റൈറ്റ്, അത് 3 o'clock പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ലെങ്ത്തിന്റെ 3/4 ഭാഗമാണ്. അതായത് 3/4 ആണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr. അതിന്റെ 3/4, അതായത് ഇൻറ്റു 3/4. അതാണ് ബേസിക്കലി ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് നമ്മുടെ ഫൈനൽ പൊസിഷൻ. അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇതാണ്. സോ ആ ലൈനിന്റെ ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ആ ലൈനിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇത് എക്സാക്ട്ലി 3 o'clock പൊസിഷൻ ആയതുകൊണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓക്കെ, സോ ഇത് അതിന്റെ ഹൈപ്പോട്ടനസ് ആണ്. എങ്കിൽ ഹൈപ്പോട്ടനസിന്റെ ലെങ്ത് ഇസ് ഈക്വൽ ടു ഈ ലെങ്ത്തിന്റെ സ്ക്വയർ പ്ലസ് ഈ ലെങ്ത്തിന്റെ സ്ക്വയർ വിത്ത് എ റൂട്ട്. സോ നമുക്ക് എഴുതാം ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു റൂട്ട് r square plus r square equal to root 2r square equal to root 2 r. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് സിംപ്ലസ്റ്റ് സിനാരിയോയിൽ. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിഫറെന്റ് കേസസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക ചെയ്തത്. ഓക്കെ, സോ അടുത്ത ഐഡിയ ആണ് വൺ ഡയമെൻഷൻ മോഷൻ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ബേസിക്കലി സംസാരിക്കുന്നത് വൺ ഡയമെൻഷൻ മോഷനെ പറ്റി. അപ്പോൾ ചോദിക്കാം ബേസിക്കലി എന്താണ് ഈ വൺ ഡയമെൻഷൻ മോഷൻ? വൺ ഡയമെൻഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ്. ആ ഒബ്ജക്റ്റിന്റെ പൊസിഷനെ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരേ ഒരു വേരിയബിൾ മാത്രം മതിയെങ്കിൽ അതാണ് ബേസിക്കലി വൺ ഡയമെൻഷൻ മോഷൻ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യുവാണ്. നമുക്കറിയാം എന്തായാലും ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഒറിജിൻ ഫിക്സ് ചെയ്യണം. സോ ഇതാണ് എൻ്റെ ഒറിജിൻ. എങ്കിൽ ഒരു ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആലോചിക്കുക. സപ്പോസ് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഇതാണെങ്കിൽ ആ പൊസിഷൻ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഈ ലെങ്ത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, റൈറ്റ്. സപ്പോസ് ഈ ലെങ്ത് 5 ആണെങ്കിൽ, അതായത് ഈ ലെങ്ത് 5 meters ആണെങ്കിൽ ഞാൻ x is equal to 5 എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ പൊസിഷനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും അതിനകത്തുണ്ട്. ഞാൻ ആ 5 എന്ന് പറയുന്ന ഒറ്റ നമ്പർ യൂസ് ചെയ്ത് തന്നെ എനിക്ക് എക്സാക്ട്ലി അതിന്റെ പൊസിഷനെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. സോ എനിക്ക് ഒരു വേരിയബിൾ മാത്രം മതി എന്റെ പൊസിഷൻ എന്താണെന്ന് പറയാൻ. അപ്പോൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മോഷൻ മാത്രമാണോ വൺ ഡയമെൻഷൻ മോഷൻ? അല്ല, നിങ്ങൾക്ക് ഒരു വേരിയബിൾ കൊണ്ട് ഏതൊക്കെ മോഷനെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാം, അതായത് പൊസിഷനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം വൺ ഡയമെൻഷൻ മോഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു സർക്കുലർ ആർക്കിൽ കൂടെ മൂവ് ചെയ്യുന്നു വെച്ചോ. ഓക്കെ, ഇതൊരു സർക്കുലർ ആർക്കാണ്, റൈറ്റ്? ഓക്കെ, ഈ ഒബ്ജക്റ്റ് എക്സാക്ട്ലി ഇങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആലോചിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഇതാണ്. ഈ പൊസിഷൻ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഈ ആർക്ക് ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഈ ലെങ്ത് മാത്രം പറഞ്ഞാൽ മതി അതിന്റെ പൊസിഷൻ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ. സോ ഇത് വൺ ഡയമെൻഷൻ മോഷൻ ആണ്. കാര്യം നമുക്ക് ഒരേ ഒരു പാരാമീറ്റർ മാത്രം മതി അതിന്റെ പൊസിഷൻ എക്സാക്ട്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ. ഇനി സർക്കിൾ വേണമെന്നില്ല. സപ്പോസ് ഇതൊരു ആർബിറ്ററി കർവ് ആണ്. ഇതാണ് നിങ്ങളുടെ ഒറിജിൻ. സപ്പോസ് ഇതാണ് നിങ്ങളുടെ പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ പറയാൻ നിങ്ങൾ ഈ ആർക്ക് ലെങ്ത് എത്രയെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്താൽ മതി. വേറൊരു പൊസിഷനിലാണെങ്കിൽ അവിടുത്തെ ഇത്രയും ആർക്ക് ലെങ്ത് എന്ന് പറയുക. അതേ ആർക്ക് ലെങ്തിലുള്ള ഒന്നിലധികം പോയിന്റ്സ് ആ കർവിനകത്തില്ല. സോ അതും വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു വേരിയബിൾ മാത്രം മതി അതിന്റെ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് ബേസിക്കലി വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. അപ്പോൾ ചോദിക്കുക എന്താണ് ടു ഡയമെൻഷണൽ മോഷൻ? സിമ്പിൾ. ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട് പൊസിഷനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ രണ്ട് വേരിയബിൾസ് വേണം. ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലെയിനിൽ കൂടെ മൂവ് ചെയ്യുന്നു. സപ്പോസ് ഇതൊരു പ്ലെയിൻ ആണ്. ഇതാണ് നമ്മുടെ ഒറിജിൻ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ. ആ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്കറിയാം ഈ ലെങ്ത് ഞാൻ പറയണം. ഓക്കെ, അതായത് ഞാൻ ഈ ലെങ്ത്തും പറയണം, അതുപോലെ തന്നെ ഞാൻ ഈ ലെങ്ത്തും പറയണം. റൈറ്റ്. സപ്പോസ് ആ രണ്ട് ലെങ്ത്തും 2,5 ആണെങ്കിൽ ഈ 2,5 എന്ന് പറയുന്ന ആ രണ്ട് നമ്പേഴ്സിനകത്ത് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഈ രണ്ട് നമ്പറും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ എക്സാക്ട് പൊസിഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഒരു പ്ലെയിനിൽ കൂടെ ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ ടു ഡയമെൻഷണൽ മോഷൻ ആണ്. അപ്പോൾ ചോദിക്കുക പ്ലെയിൻ മാത്രമേ ഉള്ളൂ എന്ന്? അല്ല. സപ്പോസ് കൺസിഡർ ചെയ്യുക നിങ്ങളുടെ ഒരു സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. ഇതൊരു സ്ഫെറിക്കൽ സർഫസ് ആണ്. ഓക്കെ, ഒരു ഫിക്സഡ് റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിന്റെ സർഫസ് ആണ്. ആ സ്ഫിയറിന്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ആക്ച്വലി എനിക്ക് രണ്ട് പാരാമീറ്റേഴ്സ് മാത്രം മതി. അത് നമുക്കറിയാം, എർത്ത് ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. എർത്തിന്റെ സർഫസിലെ ഏതൊരു പോയിന്റിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ രണ്ട് പാരാമീറ്റേഴ്സ് മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ ലോഞ്ചിറ്റ്യൂഡ് എത്ര, ലാറ്റിറ്റ്യൂഡ് എത്ര, ഇത് മാത്രം പറഞ്ഞാൽ മതി. റൈറ്റ്.
ക്ലിയർ? അതായത് ഞാൻ ഈ ഡയറക്ഷനിൽ എത്ര ആംഗിൾ പോകണം ആൻഡ് ഈ ഡയറക്ഷനിൽ എത്ര ആംഗിൾ പോകണം, ഈ രണ്ട് നമ്പേഴ്സും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സാക്ട് ആയിട്ട് എനിക്ക് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനെ സ്പെസിഫൈ ചെയ്യാം. സോ ഒരു സ്ഫെറിക്കൽ സർഫസിന്റെ പുറത്തൂടെയുള്ള മോഷൻ എസെൻഷ്യലി 2 ഡയമെൻഷണൽ മോഷൻ ആണ്. സ്ഫിയർ മാത്രമല്ല, ഇൻ ജനറൽ നിങ്ങളുടെ ഒരു സർഫസ് ഉണ്ട്, ആ സർഫസിലൂടെയുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ അത് ബേസിക്കലി 2 ഡയമെൻഷണൽ മോഷൻ ആണ്. ബിക്കോസ് നിങ്ങൾക്ക് രണ്ട് വേരിയബിൾസ് മാത്രം പ്രിസ്ക്രൈബ് ചെയ്താൽ മതി അതിന്റെ എക്സാക്ട് പൊസിഷൻ പറയാൻ. 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഈ സ്പേസിൽ കൂടെയുള്ള മോഷൻ. സപ്പോസ് ഇപ്പൊ ഇവിടെ ഒരു ഈച്ച ഇരിക്കുകയാണെന്ന് വെച്ചോ, അതിന്റെ പൊസിഷൻ പറയണമെങ്കിൽ ഞാൻ എന്തൊക്കെ പറയണം? ഞാൻ ആ കോർണറിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര, ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര, ഹൈറ്റ് എത്ര, ഈ 3 നമ്പേഴ്സും പറഞ്ഞാൽ മാത്രമേ എനിക്ക് എക്സാക്ട്ലി ആ ഈച്ചയുടെ പൊസിഷൻ എനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് എക്സാക്ട്ലി 3 ഡയമെൻഷണൽ മോഷൻ ആണ്. റൈറ്റ്. സോ അടുത്ത ഐഡിയ ആണ് പൊസിഷൻ. പൊസിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. സപ്പോസ് ഇതാണ് ഒബ്ജക്റ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ സംസാരിക്കുന്ന സ്ട്രൈറ്റ് ലൈൻ മോഷനെ പറ്റി മാത്രമോ. സോ ഈ കർവി കൂടെയുള്ള മോഷനെ പറ്റിയൊന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്നേയില്ല. റൈറ്റ്. സോ എങ്കിൽ ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ആ ഒബ്ജക്റ്റിന്റെ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ എന്ത് മാത്രം പറഞ്ഞാൽ മതി? സപ്പോസ് ഇതിന്റെ എക്സ് ആക്സിസ് ആയി ഞാൻ കൺസിഡർ ചെയ്യണേ, എന്റെ എക്സ് കോർഡിനേറ്റ് മാത്രം പറഞ്ഞാൽ മതി. സോ എനിക്ക് വേണമെങ്കിൽ എക്സ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ എനിക്ക് എഴുതാം. ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. എന്ന് വെച്ചാൽ ഞാൻ ടിക്ക് ഓരോ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എനിക്ക് എക്സ് എത്രയാണെന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എന്റെ എക്സ് ഓഫ് ടി ഈക്വൽ ടു 2t² + 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഞാൻ ഓരോ ടിയുടെ വാല്യൂസും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പൊസിഷൻ എന്താണെന്ന് കിട്ടും. അതായത് പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ ആണ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാ, വെലോസിറ്റി ഈക്വൽ ടു dx/dt, അതായത് ടൈം ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ. അതാണ് ബേസിക്കലി വെലോസിറ്റി. ഓക്കെ, ഇതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാം. എനിക്ക് എഴുതാം ഫസ്റ്റ് ദാറ്റ് ഇംപ്ലൈസ് വി ഡി ടി ഈക്വൽ ടു ഡി എക്സ്, അല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ വി ഡി ടി. റൈറ്റ്. സപ്പോസ് എൻ്റെ ഇനീഷ്യൽ ടൈം 0 ആണ്. ഇനീഷ്യൽ ടൈമിൽ എൻ്റെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ സം x0 ആണെന്ന് വെച്ചു. ഫൈനലി എൻ്റെ ടൈം ടി, അങ്ങനെയാണെങ്കിൽ ഫൈനലി എൻ്റെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ സം എക്സ്. അങ്ങനെയാണെങ്കിൽ ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം, ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി എക്സ് ആണ്. ഇന്റഗ്രൽ ഡി എക്സിന് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എക്സ് കിട്ടും. സോ എക്സ് ഫ്രം ദ ലിമിറ്റ് x0 to x ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t വി ഡി ടി. റൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് x മൈനസ് x0 റൈറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t വി ഡി ടി. റൈറ്റ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമുക്കൊന്ന് ആലോചിക്കാം ഈ റിസൾട്ട് ബേസിക്കലി എന്താ പറയുന്നത്. ഫസ്റ്റ് ഈ റിസൾട്ട് ആക്ച്വലി ആദ്യം പറയുന്ന പറഞ്ഞാൽ ഇതാ, നിങ്ങൾ ആദ്യം ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക. എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിസ്പ്ലേസ്മെന്റ്. എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഇന്റഗ്രൽ വി ഡി ടി. സോ എനിക്ക് വെലോസിറ്റി അറിയാമെങ്കിൽ, അതായത് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എനിക്ക് അറിയാമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇനി സപ്പോസ് നമുക്കൊരു കേസ് നടച്ചേക്കാം. സപ്പോസ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന യൂണിഫോം വെലോസിറ്റിയിലാണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ? വെലോസിറ്റി ഫിക്സഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റി എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? വി ഇന്റഗ്രൽ 0 to t dt. നമുക്കറിയാം അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നത് ടി ഫ്രം ദ ലിമിറ്റ് 0 to t, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ t മൈനസ് 0 എന്ന് വെച്ചാൽ എനിക്ക് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു v ടൈംസ് t. അതായത് ഈ റിസൾട്ട് എന്താ പറയുന്നത്? ഇൻ ജനറൽ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്, ഇന്റഗ്രൽ 0 to v dt, 0 to t v dt. പക്ഷേ നിങ്ങളുടെ വെലോസിറ്റി യൂണിഫോം ആണെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എഴുതാം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. ഓക്കെ, ശരി. അടുത്ത കോൺസെപ്റ്റ് ആണ് ആക്സിലറേഷൻ. റൈറ്റ്. ആക്സിലറേഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt, അതായത് ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. അതാണ് ബേസിക്കലി ആക്സിലറേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഈക്വൽ ടു d/dt ഓഫ് dx/dt, അല്ലെങ്കിൽ d²x/dt². ഞാൻ ആക്സിലറേഷനെ വേറൊരു ഫോമിൽ എഴുതി. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. എനിക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണ്. ഞാൻ അതിനെ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt ഈക്വൽ ടു dv/dt ഇൻറ്റു dx/dx. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എഴുതാം ഈക്വൽ ടു dv/dx dx/dt. അതായത് ഞാൻ എസെൻഷ്യലി ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഈ താഴെ കിടക്കുന്ന dx-നെയും dt-നെയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. അതായത് dx ഇവിടെയും വന്നു,
ഡി ടി ഇങ്ങോട്ടും വന്നു. റൈറ്റ്, എങ്കിൽ എനിക്ക് എഴുതാം ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ്. അതായത് ഈ കിടക്കുന്ന ഡി വി ബൈ ഡി എക്സിന് ഞാൻ അതുപോലെ എഴുതി. എന്താണ് ഈ ഡി എക്സ് ബൈ ഡി ടി? വെലോസിറ്റി. സോ എനിക്ക് ആക്സിലറേഷൻ വേറെ റിസൾട്ട് കിട്ടി. അതായത് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇത് ആക്സിലറേഷന്റെ വേറെ റിസൾട്ടാണ്. ഓക്കെ, ഈ രണ്ടാമത്തെ ഡെഫിനേഷന്റെ പ്രത്യേകത എന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ ഡെഫിനേഷനകത്ത് ടൈമിന്റെ ടേം ഇല്ല. അതായത് ആക്സിലറേഷൻ ഇൻ ടേംസ് ഓഫ് ആക്സിലറേഷൻ അല്ല, വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എക്സിൽ തന്നാൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സിലൂടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രോബ്ലത്തിനകത്ത്, അതായത് സപ്പോസ് നിങ്ങളുടെ കയ്യിൽ പ്രോബ്ലം തരുന്നു, ആ പ്രോബ്ലത്തിനകത്ത് വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ടൈമിലല്ല, പകരം പൊസിഷനിലാണ് തരുന്നതെങ്കിൽ, അതായത് വി ഓഫ് എക്സ് എന്നാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ റിസൾട്ട് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ റിസൾട്ടിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റത്തെ കാര്യമാണ് നമുക്ക് എഴുതാം ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അല്ലെങ്കിൽ എനിക്ക് എഴുതാം അതിനകത്തുനിന്ന് ഡി വി ഈക്വൽ ടു എ ഡി ടി, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഡി വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ഡി ടി. റൈറ്റ്, അടുത്തത് അറ്റ് ഓക്കെ, ഈ സൈഡിൽ ടി ആണ് വേരിയബിൾ. സോ ഇനിഷ്യൽ ടൈം സം 0 ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം നിങ്ങളുടെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി സം യു, ഇനിഷ്യൽ വെലോസിറ്റി, സോ യു. ഫൈനലി നിങ്ങളുടെ ടൈം ടി, പാർട്ടിക്കിളിന്റെ ഫൈനൽ വെലോസിറ്റി വി. ഓക്കെ, ഇവിടെ ഞാൻ എങ്ങനെ ലിമിറ്റ് കൊടുത്തതെന്ന് ആലോചിക്കുക. അതായത് ഇവിടെ ടൈമാണ് വേരിയബിൾ, സോ ടൈമിന്റെ വേരിയേഷൻ ആണ് ഞാൻ കൊടുത്തത്. ഇവിടെ വെലോസിറ്റിയാണ് വേരിയബിൾ, സോ വെലോസിറ്റിയുടെ വേരിയേഷൻ ആണ് ഞാൻ ലിമിറ്റ് ആയിട്ട് കൊടുത്തത്. ആൻഡ് ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള വെലോസിറ്റി ആണിത്, ടി ഈസ് ഈക്വൽ ടു ടി ആകുമ്പോഴുള്ള വെലോസിറ്റി ആണിത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ലിമിറ്റ് കൊടുക്കുന്ന പ്രൊസീജിയർ. ഓക്കെ, റൈറ്റ്. അടുത്ത ഇൻസ്റ്റൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ്, ഓക്കെ, ഈ സൈഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ വി ഫ്രം ദ ലിമിറ്റ് യു ടു വി. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വി മൈനസ് യു ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി എ ഡി ടി. റൈറ്റ്, എനിക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഇക്വേഷൻ ബേസിക്കലി എന്താ പറയുന്നത്. ഈ ഇക്വേഷൻ പറയുന്നത് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് കിട്ടും. റൈറ്റ്, ഓക്കെ, അതാ മനസ്സിലാക്കേണ്ട. വെലോസിറ്റി ചേഞ്ച് ആണ് ആക്സലറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അല്ലാതെ വെലോസിറ്റി അല്ല. നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി -0. സോ അത് എസെൻഷ്യലി വെലോസിറ്റി ആയിരിക്കും. പക്ഷേ ഞാൻ ആക്സലറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ആ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടൈം ഇന്റർവെല്ലുള്ള വെലോസിറ്റി ചേഞ്ച് ആണ്. ഓക്കെ, റൈറ്റ്, ശരി. അടുത്തത് സപ്പോസ് എഴുതാ ഈ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാലോ, എ ഡി എക്സ് ഈക്വൽ ടു വി ഡി വി. എനിക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് സൈഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സൈഡിലെ വേരിയബിൾ വി ആണ്. സോ വിയുടെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി സം യു. വെലോസിറ്റി യു ആവുമ്പോൾ സപ്പോസ് അതിന്റെ പൊസിഷൻ സം x0 ആണെന്ന് വെച്ചോ, അതായത് അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ x0. ഓക്കെ, റൈറ്റ്. ഫൈനലി നമ്മുടെ വെലോസിറ്റി വി ആവും. വെലോസിറ്റി വി ആവുമ്പോൾ അതിന് ഫൈനലി അത് ഏതോ ഒരു പൊസിഷനിലെത്തും. അത് ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, എനിക്ക് ഇങ്ങനെയും ഈ സാധനത്തിന് എഴുതാം. അതായത് ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള റിസൾട്ടാണ്. നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കും. മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് ഓർത്തിരിക്കരുത്, ഇത് വളരെ ഈസിയാണ്. ഓക്കെ, റൈറ്റ്. അതായത് ഇതെല്ലാം ബേസിക്കലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സലറേഷന്റെ ഈ കിടക്കുന്ന ഡെഫിനിഷൻസിനകത്തും നമ്മൾ ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് എഴുതുന്നതാണ്. ഓക്കെ, എപ്പോഴും ഇതിന്റെ പർപ്പസ് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ഞാൻ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ ഒക്കെ ഇൻ ടേംസ് ഓഫ് ടൈം തന്നു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ, വെലോസിറ്റി, അതുപോലത്തേക്കും ടൈം ഇല്ലെങ്കിലാണ് ആക്ച്വലി ഈ ഇക്വേഷൻ നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ആക്ച്വലി വെരിഫൈ ചെയ്യാം. സപ്പോസ് ഈ റിസൾട്ട് നോക്കുക. സപ്പോസ് ആക്സലറേഷൻ യൂണിഫോം ആണെന്ന് വെച്ചോ, നമ്മൾ യൂണിഫോം ആക്സലറേറ്റഡ് മോഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷേ സപ്പോസ് ആക്സലറേഷൻ യൂണിഫോം ആണ്. ആക്സലറേഷൻ യൂണിഫോം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തോട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താവും? വി മൈനസ് യു ഈക്വൽ ടു ആ എ പുറത്തു പോവും, ബാക്കി ഇന്റഗ്രൽ ഡി ടി ഫ്രം ദ ലിമിറ്റ് 0 ടു ടി, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ടി. ഓക്കെ, എന്താ സംഭവിക്കുന്നത്? ടി ഫ്രം ദ ലിമിറ്റ് 0 ടു ടി, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടി, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0, അതായത് ടി മൈനസ് 0. അതാണ് ഈ ടി. അല്ലെങ്കിൽ എനിക്ക് എഴുതാം വി ഇസ് ഇക്വൽ ടു യു പ്ലസ് എ ടി. നമുക്ക് ഓൾറെഡി അറിയാം ഇതാണ് ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ
അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ആക്സലറേഷനെയും ടൈമിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനെ പറ്റി സംസാരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു കാര്യം വെരിഫൈ ചെയ്യാം. സപ്പോസ് ആ ഒബ്ജക്റ്റ് ആക്സലറേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, അതായത് അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. ബിക്കോസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണ്. ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ആക്സലറേഷൻ. സപ്പോസ് ആക്സലറേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ a = 0 ആണ് എന്ന് വെച്ചാൽ v = u. സോ ഇനിഷ്യൽ വെലോസിറ്റി = ഫൈനൽ വെലോസിറ്റി. ഓക്കെ, എല്ലാം കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ഇതൊരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നിരിക്കുകയാണ്. അതായത് x of t = 3t³ 5t² + 3. ഫൈൻഡ് വെലോസിറ്റി അറ്റ് t = 3 സെക്കൻഡ്. അതായത് മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഫൈൻഡ് ടൈം അറ്റ് വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, റൈറ്റ്. അതായത് എത്ര സമയം കഴിയുമ്പോഴാണ് ഈ പാർട്ടിക്കിൾ റെസ്റ്റിലാവുന്നതെന്ന്. ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഫൈൻഡ് വെലോസിറ്റി അറ്റ് t = 3. അതായത് നമുക്ക് വെലോസിറ്റിയാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v of t എന്ന് പറഞ്ഞാൽ എന്തുവാണ്? d/dt ഓഫ് പൊസിഷൻ. അതായത് d/dt ഓഫ് പൊസിഷൻ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 3t³ + 5t² + 3. ഓക്കെ, ഇത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യണം. എനിക്ക് ഡിഫറൻസിയേഷൻ അകത്തോട്ട് കൊണ്ടുപോകാം. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3t³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 3t² + 5t² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2t + 3 ഡെറിവേറ്റീവ്. 3 കോൺസ്റ്റന്റ് ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ബേസിക്കലൂടെ കിട്ടുന്നത് 9t² + 10t. ഓക്കെ, അതായത് എനിക്ക് v of t കിട്ടി. അതായത് ഒരു t സെക്കൻഡ്സിലുള്ള വെലോസിറ്റി കിട്ടി. ഓക്കെ, എങ്കിൽ മൂന്നാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v of 3 = 9 × 3² + 10 × 3. ഓക്കെ, ഇത് എത്രയെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി. ഈ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ട് എന്തുവാ? ആൻഡ് ഫൈൻഡ് ടൈം അറ്റ് വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. അതായത് ഈ പാർട്ടിക്കിൾ റെസ്റ്റിലാകുന്ന ടൈം എത്ര? റെസ്റ്റിലാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? റെസ്റ്റിലാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി 0 ആകുക എന്നാണ്. എന്ന് വെച്ചാൽ വെലോസിറ്റി 0 ആകുന്ന ടൈം എത്ര? അതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യുക? എൻ്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് വെലോസിറ്റി. വെലോസിറ്റി = 0 എന്ന് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ടൈം വാല്യൂറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് എഴുതാം റെസ്റ്റ് ഇംപ്ലൈസ് v of t = 0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 0 = വെലോസിറ്റി. അതായത് 9t² + 10t. റൈറ്റ്. ഓക്കെ, എനിക്ക് ഇതിനകത്ത് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് 9t² = -10t. നമുക്കൊരു ടിയും ഒരു ടിയും ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ 9t = -10. അല്ലെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് t = -10/9. ഓക്കെ, അതായത് -10/9 സെക്കൻഡ്സ്. ഓക്കെ, അതായത് ആക്ച്വലി ഈ റിസൾട്ട് അപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ, അതായത് t = 0 പിന്നിലുള്ള സമയമല്ലേ -10/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു ഈ ഒബ്ജക്റ്റ് റെസ്റ്റ്. ഓക്കെ, റൈറ്റ്. അതാണ് ബേസിക്കലി ഇത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി തന്നിട്ടുണ്ട്. അതായത് v = t² + 3. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ടൈം = 2 seconds to ടൈം = 4 seconds. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ് വെലോസിറ്റി = dx/dt. അല്ലെങ്കിൽ നമുക്കറിയാം അതിനകത്തുനിന്ന് dx = vdt. അല്ലെങ്കിൽ ഇന്റഗ്രൽ dx = ഇന്റഗ്രൽ vdt. റൈറ്റ്. എനിക്ക് വേണ്ടതാണ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ 2 seconds to 4 seconds. ഓക്കെ, അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു ഇനീഷ്യലി ഈ ഒബ്ജക്റ്റ് ഒറിജിനിലാണ്. ഓക്കെ, അതായത് ടൈം ഇവിടെ 2 സെക്കൻഡിനും. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യേണ്ട. സപ്പോസ് ടൈം = 2 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ സം x0 ആണെന്ന് വെക്കുക. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം = 2 അടുത്ത ടൈം = 4 സെക്കൻഡ് ആയപ്പോൾ അതിന്റെ പൊസിഷൻ സം x1. ക്ലിയർ? ഓക്കെ, എങ്ങനെ എഴുതാം? ദാറ്റ് ഇംപ്ലൈസ് ഞാൻ ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈസിയാണ്. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ഫ്രം ദ ലിമിറ്റ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? x - x0 = റൈറ്റ് സൈഡ് ഇന്റഗ്രൽ 2 to 4 v എന്ന് പറഞ്ഞാൽ എന്തുവാണ്? t² + 3 dt. ഓക്കെ, ഇന്റഗ്രൽ 2 to 4. ഓക്കെ, എനിക്ക് ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. എനിക്ക് എങ്ങനെ എഴുതാം? t² dt
പ്ലസ് ഇൻ്റഗ്രൽ 3dt. ഓക്കെ, റൈറ്റ്. അടുത്ത മൊമെന്റ് ടി സ്ക്വയർ ഡി ടി, ഇൻ്റഗ്രൽ എന്താണ്? ടി ക്യൂബ് ബൈ 3. ടി ക്യൂബ് ബൈ 3 ഫ്രം ദ ലിമിറ്റ് 2 to 4 പ്ലസ് 3 കോൺസ്റ്റന്റ് ആണ്, ഇൻ്റഗ്രേഷനെ പുറത്തെടുക്കാം. സോ ടി ഫ്രം ദ ലിമിറ്റ് 2 to 4. ഞാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ വേണമെങ്കിൽ എഴുതാം. 1/3 4 ക്യൂബ് മൈനസ് 2 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 4 മൈനസ് 2. ഇതാണ് എൻ്റെ എക്സ് മൈനസ് എക്സ് സീറോ. എക്സ് ഓക്കെ, എക്സ് അല്ല, ഞാൻ അവിടെ x1 എന്ന് എടുത്തത്. സോ x1 മൈനസ് എക്സ് സീറോ. x1 മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ബിക്കോസ് t ഈസ് ഈക്വൽ ടു 2-ൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ആയിരുന്നു എക്സ് സീറോ. t ഈസ് ഈക്വൽ ടു 4-ൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷനാണ് x1. അങ്ങനെയാണെങ്കിൽ t ഈസ് ഈക്വൽ ടു 2-നും t ഈസ് ഈക്വൽ ടു 4-നും ഇടയ്ക്ക് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ x1 മൈനസ് എക്സ് സീറോ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അതാണിത്. ഇത് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 2x² പ്ലസ് എക്സ് പ്ലസ് 1. നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 meters. അതായത് ആ ഒബ്ജക്റ്റ് 2 meter ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ 2 meters ആയിരിക്കുമ്പോൾ ഒറിജിനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഗിവൻ ദാറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 meter, അതിന്റെ വെലോസിറ്റി 3 meters ആയിരുന്നു. റൈറ്റ്. അതായത് അവിടെ ഒരു എക്സ്ട്രാ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ 1 meterലായിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി 3 meters ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്കിവിടെ ആലോചിച്ച് നോക്കാം. ഇവിടെ എന്താ ബേസിക്കലി ഉള്ളത്? ആക്സലറേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് വെലോസിറ്റിയെ വേണ്ടത്. സോ ആക്സലറേഷനെയും വെലോസിറ്റിയും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, നമുക്കറിയാം ആക്സലറേഷനെയും വെലോസിറ്റിയും കണക്ട് ചെയ്യുന്ന 2 റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്ന് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt, അവിടെ ടൈം ഉണ്ട്. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു v ഇൻറ്റു dv/dx, അവിടെ ടൈം ഇല്ല. നമ്മുടെ പ്രോബ്ലത്തിനകത്തും ടൈം ഇല്ല. സോ ആ ഇക്വേഷൻ ആയിരിക്കും കൂടുതൽ പ്രിഫറബിൾ. സോ നമുക്ക് നോക്കാം. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു v ഇൻറ്റു dv/dx, അല്ലെങ്കിൽ എഴുതാം ദാറ്റ് ഇംപ്ലൈസ് a dx ഈക്വൽ ടു v dv, അല്ലാന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ a dx ഈക്വൽ ടു ഇന്റഗ്രൽ b dv. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 meters. അതാണ് നമുക്ക് അറിയേണ്ടത്. സോ നമുക്ക് ഈക്വേഷന്റെ ഓരോ സൈഡ്സ് നോക്കാം. ഇവിടുത്തെ വേരിയബിൾ വെലോസിറ്റി ആണ്, ഇവിടുത്തെ വേരിയബിൾ പൊസിഷൻ ആണ്. എങ്കിൽ അവർ ഓൾറെഡി ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1-ൽ വെലോസിറ്റി 3 ആണ്. സോ നമുക്ക് പറയാം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി 3 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ഫൈൻഡ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2 ആകുമ്പോഴുള്ള വെലോസിറ്റി എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2 ആകുമ്പോഴുള്ള വെലോസിറ്റി, ഈ വെലോസിറ്റി. ഓക്കെ, അതായത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എസെൻഷ്യലി ഇതായി കിടക്കുന്ന v ആണ്. ഓക്കെ, സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ 1 to 2 a എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് a ഈക്വൽ ടു 2x² പ്ലസ് എക്സ് പ്ലസ് 1 dx ഈക്വൽ ടു ഇന്റഗ്രൽ v dv. ഓക്കെ, നമുക്കറിയാം അത് ഏത് ഫോമിലാണ്? ഇന്റഗ്രൽ x dx, ഈ ഫോമില. അതായത് ഇന്റഗ്രൽ x റൈസ് ടു 1 dx, അതായത് x റൈസ് ടു n. എന്താണ് ഇന്റഗ്രൽ x റൈസ് ടു n? x റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 എന്ന് വെച്ചാൽ x റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, അതായത് x²/2. ഇവിടെ അതേ ഫോമില കിടക്കുന്നത് v dv, v റൈസ് ടു 1, v റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, v²/2. സോ ഈക്വൽ ടു v²/2 ഫ്രം ദ ലിമിറ്റ് 3 to v. ആ v ആണ് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ്, ഞാനിത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇന്റഗ്രേഷൻ അകത്തോട്ട് കയറ്റുവാണ്. ഫസ്റ്റ് 2 കോൺസ്റ്റന്റ് ആണ്, 2 പുറത്ത് പോകും. x²ന്റെ ഇന്റഗ്രൽ x² x റൈസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1, അതായത് x³/3 ലിമിറ്റ് 1 to 2. റൈറ്റ്. അടുത്തത് പ്ലസ് ഇന്റഗ്രേഷൻ അടുത്തലോട്ട് പോയി. ഇന്റഗ്രൽ x dx x റൈസ് ടു 1 x റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, അതായത് x²/2 അഗെയിൻ ലിമിറ്റ് 1 to 2. അടുത്തത് 1 dx. റൈറ്റ്, അതായത് ഇന്റഗ്രേഷൻ ഇവിടെ വരുമ്പോൾ, ഈ ഇന്റഗ്രേഷൻ ഇവിടെ വരുമ്പോൾ ഇന്റഗ്രൽ 1 dx എന്നാ വരുന്നത്. ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x പ്ലസ് x ഫ്രം ദ ലിമിറ്റ് 1 to 2 ഈക്വൽ ടു ഹാഫ്
ഞാനിവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ എനിക്ക് കിട്ടും വി സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഓക്കെ റൈറ്റ്. എങ്കിൽ ബാക്കി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 2/3. ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ക്യൂബ് മൈനസ് 1 ക്യൂബ് ഈ ടേമാണ്. അടുത്തത് പ്ലസ് ഹാഫ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് 2 മൈനസ് 1 ഈക്വൽ ടു ഹാഫ് വി സ്ക്വയർ മൈനസ് 9. റൈറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ അത് അകപ്പാടെ വി മാത്രമേ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൂ. വി സോൾവ് ചെയ്യുക, അതാണ് നമ്മുടെ ആൻസർ. സോ എനിക്ക് ഇതിനകത്ത് വിന്റെ വാല്യൂ സോൾവ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 2t + 3. ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് t ഈസ് ഈക്വൽ ടു 8 seconds. അതായത് 8ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യും അതാണ് കണ്ടുപിടിക്കേണ്ടത്. സച്ച് ദാറ്റ് അറ്റ് t ഈസ് ഈക്വൽ ടു 0 പാർട്ടിക്കിൾ ഈസ് അറ്റ് ഒറിജിൻ. പാർട്ടിക്കിൾ ഈസ് അറ്റ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം x is equal to 0 ആണ് അതിന്റെ പൊസിഷൻ. ബിക്കോസ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ x is equal to 0 ആണ്. റൈറ്റ്. അതായത് നമുക്ക് മനസ്സിലായി അറ്റ് t is equal to 0 പാർട്ടിക്കിളിന്റെ പൊസിഷൻ x is equal to 0 വിത്ത് എ വെലോസിറ്റി 3 m/s. സോ അവിടെ നമുക്ക് കുറച്ച് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് t is equal to 0 പാർട്ടിക്കിളിന്റെ പൊസിഷൻ x equal to 0 ആണ് ആൻഡ് അപ്പോഴുള്ള വെലോസിറ്റി 3 m/s ആണ്. കണ്ടുപിടിക്കേണ്ട എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ആക്സലറേഷൻ ഉണ്ട്, നമുക്കറിയാം. ആക്സലറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ബേസിക്കലി വെലോസിറ്റി കിട്ടും. വെലോസിറ്റിനെ പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ നമുക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt അല്ലെങ്കിൽ dv ഈക്വൽ ടു adt. രണ്ട് സൈഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനിഷ്യലി അറ്റ് t ഈസ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ t ഈസ് ഈക്വൽ ടു 0 എൻ്റെ വെലോസിറ്റി എത്രയാ തന്നിട്ടുണ്ട്? 3. ഇനി t ഈസ് ഈക്വൽ ടു സം ടൈം ആവുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാണ്? v. റൈറ്റ്. സോ v. റൈറ്റ്. ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ dv. ഇന്റഗ്രൽ dv എന്ന് പറഞ്ഞാൽ v അപ്പർ ലിമിറ്റ് v ആണ്, ലോവർ ലിമിറ്റ് 3 ആണ്. സോ ഞാൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് v - 3 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t. a എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2t + 3 dt ഈക്വൽ ടു ഞാനത് സോൾവ് ചെയ്യുമ്പോൾ 2 ഇന്റഗ്രൽ t⁻1 t²/2 t²/2 ഫ്രം ദ ലിമിറ്റ് 0 to t പ്ലസ് 3t ഫ്രം ദ ലിമിറ്റ് 0 to t. എന്തുകൊണ്ടാ? ബിക്കോസ് 3 ഇന്റഗ്രൽ 3 dt, അതായത് 3 പുറത്തു പോയി, ബാക്കി ഇന്റഗ്രൽ dt. ഇന്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t ആണ്. ഓക്കെ, റൈറ്റ്. ദെയർഫോർ എനിക്ക് എഴുതാം v - 3. v - 3 ഈസ് ഈക്വൽ ടു 2 ഉം കട്ട് ചെയ്ത് പോയി. സോ ഞാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ t² - 0 -0 ഞാൻ എഴുതുന്നില്ല പ്ലസ് 3t. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് v ഈസ് ഈക്വൽ ടു t² + 3t + 3. സോ എനിക്ക് v of t കിട്ടി. വേണേൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കേ, അറ്റ് t ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ കണ്ടീഷൻ പറയുന്നത് എന്തുവാണ്? വെലോസിറ്റി 3 m/s ആവണം. നോക്കുക, ഇവിടെ നമ്മൾ t ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേംസും പോവും. ഈ രണ്ട് ടേംസും പോയി കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3 m/s. കറക്റ്റ്. ഓക്കെ, ശരി. നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം ഡിസ്പ്ലേസ്മെന്റ്. അതായത് നമ്മുടെ കയ്യിൽ വെലോസിറ്റി ഉണ്ട് എങ്കിൽ എനിക്ക് എഴുതാം dx ഈക്വൽ ടു v dt. ബിക്കോസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt. എങ്കിൽ ഇന്റഗ്രൽ dx ഈക്വൽ ടു ഇന്റഗ്രൽ v dt. ഓക്കെ, റൈറ്റ്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഇവിടെ t ആണ് വേരിയബിൾ. സോ t ഈസ് ഈക്വൽ ടു 0 ആവുമ്പോൾ ഇവിടെ x ആണ് വേരിയബിൾ. സോ t ഈസ് ഈക്വൽ ടു 0 ആവുമ്പോൾ x എന്ന് പറഞ്ഞാൽ ഒറിജിൻ, സോ 0. ആൻഡ് t ഈസ് ഈക്വൽ ടു സം ടൈം t ആവുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എത്ര? നമുക്ക് t ഈസ് ഈക്വൽ ടു എത്രയല്ല? 8 സെക്കൻഡ്സിലാണ് വേണ്ടത്. സോ t ഈസ് ഈക്വൽ ടു സം t എന്ന് കൊടുക്കണ്ട, 8 സെക്കൻഡ് ആവുമ്പോൾ അതിന്റെ പൊസിഷൻ എന്താണ്? സം s. റൈറ്റ്. ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഞാൻ ഈ സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ dx അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഓക്കെ x ഫ്രം ദ ലിമിറ്റ് 0 to s ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 8 v dt. v നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. t² + 3t + 3 dt. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം
s minus 0 equal to t cube by 3 from the limit 0 to 8 plus 3 t square by 2 from the limit 0 to 8 plus 3 t from the limit 0 to 8. അല്ലെങ്കിൽ എഴുതാം എസ് ഇസ് ഈക്വൽ ടു, ഞാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം 8 ക്യൂബ് ബൈ 3, ലോവർ ലിമിറ്റിലെ വാല്യൂ 0 ആണ്, പ്ലസ് 3 ഇൻറ്റു 8 സ്ക്വയർ ബൈ 2 പ്ലസ് 3 ഇൻറ്റു 8 മൈനസ് 0. റൈറ്റ്, ഓക്കെ റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ 8 ക്യൂബ് ബൈ 3 പ്ലസ് 3 ബൈ 2 8 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 8. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. റൈറ്റ്, അപ്പോൾ ഇതാണ് 8th സെക്കൻഡ്സിൽ, ഓക്കെ, ബിക്കോസ് 8th സെക്കൻഡിൽ ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ പൊസിഷൻ, ബിക്കോസ് എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. സോ 8 സെക്കൻഡ്സിൽ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ തന്നെയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ബിക്കോസ് എസ് മൈനസ് 0 അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ, എൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് v ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് ടി. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടൈം ഇൻ്റർവെൽ ഇൻ വിച്ച് ദ പാർട്ടിക്കിൾ റിട്ടാർഡ്. അതായത് പാർട്ടിക്കിൾ റിട്ടാർഡ് ചെയ്യുന്ന ടൈം ഇൻ്റർവെൽ എന്താണ്? അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, എന്താണ് ബേസിക്കലി റിട്ടാർഡേഷൻ? ഒരു പോപ്പുലർ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ. ഓക്കെ റൈറ്റ്, ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ തിങ്ക് ചെയ്തെന്ന് വരും. തെറ്റാണ്. റൈറ്റ്, എന്ന് വെച്ചാൽ പലരും തിങ്ക് ചെയ്ത് വെച്ചേക്കുന്നത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് നമ്പറാണ്, ബിക്കോസ് എങ്കിൽ മാത്രമേ വെലോസിറ്റി ഡിക്രീസ് ചെയ്യത്തുള്ളൂ. അല്ല, അങ്ങനെയല്ല. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവിടെ വെലോസിറ്റി കുറയണം. എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ സൈൻ എന്താണോ അതിന് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം എന്തിനു വേണ്ടത്? ആക്സിലറേഷന് വേണ്ടത്. റൈറ്റ്, അതായത് വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയാൽ അതിൻ്റെ അർത്ഥം അവിടെ റിട്ടാർഡേഷൻ ആണ്. ഇനി വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് വെച്ചോ, ആക്സിലറേഷന്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിലാണ് റിട്ടാർഡേഷൻ അവിടെ ഉണ്ടാകുന്നത്. റൈറ്റ്, അതായത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് സൈൻ ആണ് ആക്സിലറേഷൻ എങ്കിൽ അതാണ് ബേസിക്കലി റിട്ടാർഡേഷൻ. ഓക്കെ റൈറ്റ്, ശരി. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തോ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടൈം ഇന്റർവെൽ ഇൻ വിച്ച് പാർട്ടിക്കിൾ റിട്ടാർഡ് എന്ന് വെച്ചാൽ നമ്മൾ എസെൻഷ്യലി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടൈം ഇന്റർവെൽ ഇൻ വിച്ച് വെലോസിറ്റിക്കും ആക്സിലറേഷനും ഓപ്പോസിറ്റ് സൈൻ. ഓക്കെ, അതായത് രണ്ടിന്റെയും സൈൻ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ടൈം ഇന്റർവെൽ ഏതാണെന്ന്. ഓക്കെ റൈറ്റ്, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കിവിടെ ബേസിക്കലി അറിയേണ്ടത് വെലോസിറ്റി എവിടെയാണ് നെഗറ്റീവ് ആവുന്നത്, എവിടെയാണ് പോസിറ്റീവ് ആവുന്നത്, ആക്സിലറേഷൻ എവിടെയാണ് നെഗറ്റീവ് ആവുന്നത്, ആക്സിലറേഷൻ എവിടെയാണ് പോസിറ്റീവ് ആവുന്നത്. ഇതാണ് ബേസിക്കലി നമുക്ക് അറിയേണ്ടത്. സോ ഞാനൊരു കാര്യം ചെയ്യുന്നു, ഞാനൊരു ടൈം ആക്സിസ് പോലെ ഒരെണ്ണം വരയ്ക്കുന്നു. ഇതാണ് t ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്കൊന്ന് അറിയിച്ചേക്കാം വെലോസിറ്റി എവിടേക്കാണ് പോസിറ്റീവ് ആകാൻ പോകുന്നത്, എവിടേക്കാണ് നെഗറ്റീവ് ആകാൻ പോകുന്നത്. റൈറ്റ്, ഇവിടെ എന്തായാലും നമുക്ക് നെഗറ്റീവ് ടൈമിനെ പറ്റി കൺസിഡർ ചെയ്യേണ്ട. സോ ഞാൻ ഇവിടെ സംസാരിക്കുന്ന മുഴുവൻ ഈ പോസിറ്റീവ് 0ക്ക് ശേഷമുള്ള ടൈമിനെ പറ്റി ആയിരിക്കും. ഓക്കെ ഓക്കെ റൈറ്റ്, എങ്കിൽ നമുക്ക് നോക്കാം. വെലോസിറ്റി ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് ടി. എനിക്ക് വേണമെങ്കിൽ ഇതിന് ഇങ്ങനെ എഴുതാമല്ലോ, ഈക്വൽ ടു ടി ഇൻറ്റു ടി മൈനസ് 1. ഓക്കെ റൈറ്റ്, ഇനി നമുക്ക് നോക്കാം വെലോസിറ്റി എവിടെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നതെന്ന്. സപ്പോസ് വെലോസിറ്റി എവിടെയാണ് 0 ആവുന്നത് നോക്കാം. വെലോസിറ്റി 0 ആകുക എന്ന് പറഞ്ഞാൽ 0 ഈസ് ഈക്വൽ ടു ടി മൈനസ് 1 ഇംപ്ലൈസ് ഒന്നെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അതായത് ടി ഈസ് ഈക്വൽ ടു 1ലും ടി ഈസ് ഈക്വൽ ടു 0യിലുമാണ് ബേസിക്കലി വെലോസിറ്റി 0 ആവുന്നത്. എന്ന് വെച്ചാൽ സപ്പോസ് ഇതാണ് ടി ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ടി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അതായത് ഈ പൊസിഷനിലും വെലോസിറ്റി 0 ആണ്, ഈ പൊസിഷനിലും വെലോസിറ്റി 0 ആണ്. ഓക്കെ, പക്ഷെ എനിക്ക് അതല്ല അറിയേണ്ടത്, എനിക്ക് എവിടേക്കാണ് പോസിറ്റീവ് വരുന്നത്, എവിടെയാണ് നെഗറ്റീവ് വരുന്നതെന്ന്. അത് നമ്മൾ ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ എക്സ്പ്രഷൻ അതായത് സപ്പോസ് എൻ്റെ ടൈം, ഓക്കെ, എൻ്റെ ടൈം 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ, ഓക്കെ, 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ ഈ കിടക്കുന്ന നമ്പർ t മൈനസ് 1 നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഓവറോൾ സാധനം നെഗറ്റീവ് ആയിരിക്കും. അതായത് ഈ 0ക്കും 1നും ഇടയ്ക്ക് എല്ലായിടത്തും വെലോസിറ്റി നെഗറ്റീവാണ്. അതായത് ഇവിടെ എല്ലായിടത്തും വെലോസിറ്റി നെഗറ്റീവാണ് ഈ ഇന്റർവെല്ലിൽ മുഴുവൻ. ഓക്കെ, വെലോസിറ്റി നെഗറ്റീവാണ്. ഇനി ടീന്റെ വാല്യൂ 1നേക്കാളും വലുതാണെങ്കിലോ, ഇത് ഓബ്വിയസ്, ബിക്കോസ് ടീന്റെ വാല്യൂ 1നേക്കാളും വലുതാണെങ്കിൽ ഈ നമ്പർ t മൈനസ് 1 അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ ഇത് ഓവറോൾ പോസിറ്റീവ് ആണ്. അതായത് ഇതിന് ശേഷം വെലോസിറ്റി പോസിറ്റീവ് ആണ്.
അപ്പോൾ നമുക്ക് വെലോസിറ്റി എവിടെയാണ് നെഗറ്റീവ് കിട്ടുന്നത്, വെലോസിറ്റി എവിടെയാണ് പോസിറ്റീവ് കിട്ടുന്നത് മനസ്സിലായി. 0ക്കും 1നും ഇടയ്ക്ക് വെലോസിറ്റി നെഗറ്റീവ് ആണ്, 1ന് ശേഷം വെലോസിറ്റി പോസിറ്റീവ് ആണ്. അടുത്തത് നമുക്ക് ആക്സിലറേഷൻ നോക്കാം. ബിക്കോസ് ആക്സിലറേഷനും വെലോസിറ്റി തമ്മിലുള്ള സൈനിലാണ് ഈ പ്രോബ്ലം ഇരിക്കുന്നത്, റൈറ്റ്? എങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആക്സിലറേഷൻ is equal to dv by dt equal to d by dt of t square minus t, അതായത് 2t minus 1. സോ നമുക്ക് കിട്ടി ആക്സിലറേഷൻ is equal to 2t minus 1. ഓക്കെ, എങ്കിൽ ആക്സിലറേഷൻ എവിടെയാണ് 0 ആവുന്നത് നോക്കാം. സോ നമുക്ക് ഈസിയായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. ആക്സിലറേഷൻ 0 ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2t minus 1 ഈക്വൽ ടു 0, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം t is equal to 1/2, അതായത് t is equal to 1/2. ഇവിടെയാണ് ആക്സിലറേഷൻ 0 ആവുന്നത്. എങ്കിൽ സപ്പോസ് അതിൻ്റെ ടൈമിൻ്റെ വാല്യൂ, അതായത് ഈ ടൈം 1/2 വലുതാണെങ്കിൽ, അതായത് ഇവിടെയാണെങ്കിൽ ടൈമിൻ്റെ വാല്യൂ 1/2 വലുതാണെങ്കിൽ, ഇത് 1/2 ആവുകയാണെങ്കിൽ നോക്കിയത് എക്സാക്ട്ലി ക്യാൻസൽ ആയി പോകും. എങ്കിൽ ഈ t 1/2 വലിയൊരു നമ്പർ ആണെങ്കിൽ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ നമ്പർ 1 വലുതായിരിക്കും. ഓക്കെ, റൈറ്റ്? എന്ന് വെച്ചാൽ ഈ ഓവറോൾ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ബിക്കോസ് 1 വലിയ നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന നമ്പർ പോസിറ്റീവ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 അല്ല, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്? എന്ന് വെച്ചാൽ ടീന്റെ വാല്യൂ ഹാഫിനേക്കാളും വലുതാണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. അതായത് ഈ ഇന്റർവെല്ലിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. അതായത് ഇവിടെ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. ടിയുടെ വാല്യൂ 1/2 ചെറുതാണെങ്കിലോ, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഇത് 1/2 ചെറിയ നമ്പർ ആണെങ്കിൽ a ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 1 ചെറിയ നമ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ നമ്പർ -1 അതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, റൈറ്റ്? എന്ന് വെച്ചാൽ ഈ ഇന്റർവെല്ലിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് 0 to t എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ, അല്ല 0 to half എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. സോ അവിടെ റിട്ടാർഡേഷൻ ഇല്ല, രണ്ടിനും ഒരേ സൈൻ ആണ്. ഇനി t is equal to ഹാഫിനും t is equal to 1നും ഇടയ്ക്ക് വെലോസിറ്റി അപ്പോഴും നെഗറ്റീവ് ആണ്, പക്ഷെ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ വെലോസിറ്റി ആക്സിലറേഷൻ ഓപ്പോസിറ്റ് സൈൻ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ റിട്ടാർഡേഷൻ ഉള്ള ടൈം ഇന്റർവെൽ എത്രയാണ്? ആ ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഹാഫ് ടു 1, അതായത് ഹാഫിനും 1നും ഇടയ്ക്കാണ് നമ്മുടെ പാർട്ടിക്കിൾ റിട്ടാർഡ് ചെയ്യുന്നത്. അവിടെയാണ് വെലോസിറ്റിക്കും ആക്സിലറേഷനും ഓപ്പോസിറ്റ് സൈൻ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് റിട്ടാർഡേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൻ ബൈ a is equal to -c v raised to 1/3 and at t is equal to 0 its velocity is equal to u, അതായത് t is equal to 0 എന്റെ വെലോസിറ്റി u ആണ്. റിട്ടാർഡേഷൻ എന്താണെന്ന് തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് v. ഫൈൻഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ, എസെൻഷ്യലി ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ബിഫോർ ഇറ്റ്സ് കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? അതിന്റെ വെലോസിറ്റി 0 ആകുന്നതിന് മുന്നേ, റൈറ്റ്? ഓക്കെ, എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി 0 ആകുമ്പോഴത്തേക്കും അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും അതാണ് ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ റെസ്റ്റിലാവുമ്പോൾ. ആൻഡ് ഓൾസോ ഫൈൻഡ് ദ ടൈം ടേക്സ്, അതായത് ഇവിടെ റിട്ടാർഡേഷൻ തന്നിട്ടുണ്ട്, അറ്റ് t is equal to 0 അതിന്റെ വെലോസിറ്റി u ആണ്. എന്നാൽ ഇനീഷ്യലി അതിനൊരു വെലോസിറ്റി ഉണ്ട് ആൻഡ് അവിടെ ഒരു റിട്ടാർഡേഷൻ ഉണ്ട്. സോ നമുക്കറിയാം സ്പീഡ് കുറഞ്ഞു വരും. സ്പീഡ് കുറഞ്ഞു വന്നാൽ ഫൈനലി അത് റെസ്റ്റിലാവും, അതായത് വെലോസിറ്റി 0 ആവും, റൈറ്റ്? എങ്കിൽ സ്പീഡ് കുറഞ്ഞു അത് റെസ്റ്റിലാവുന്നതിനിടയ്ക്ക് അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും അതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം അത് എത്ര ടൈം എടുക്കും, ബിക്കോസ് u എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് 0 ഫൈനൽ വെലോസിറ്റി അച്ചീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇവിടെ ആക്ച്വലി ഞാൻ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ നമുക്കറിയാം ആക്സലറേഷൻ is equal to v into dv by dx. ഞാൻ ആ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. സോ എനിക്ക് എഴുതാം ആക്സലറേഷൻ is equal to v into dv by dx, റൈറ്റ്? ഇനി നമ്മുടെ ആക്സലറേഷൻ എന്തുവാ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ -c v raised to 1/3 equal to v dv by dx. ഓക്കെ, റൈറ്റ്? ഞാൻ അതിനെ സ്ലൈറ്റ്ലി റീഅറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതായത് വിന്റെ ടേംസ് എല്ലാം ഞാൻ ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, മറ്റേതിനെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകുന്നു. എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് റൈറ്റ്? എനിക്ക് എഴുതാം -c dx equal to v dv by v raised to 1/3. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് -c dx equal to
ഡിനോമിനേറ്റർ കിടക്കുന്ന വി റേസ് ടു 1/3, മോളിൽ പോകുമ്പോൾ വി റേസ് ടു -1/3. സോ ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വി റേസ് ടു 1 - 1/3, അതായത് 2/3 dv. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് എന്തുവാ? -c dx ഈക്വൽ ടു വി റേസ് ടു 2/3 dv. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. സോ ഞാൻ ഇന്റഗ്രൽ സിമ്പിൾ ഇട്ടു. ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇനിഷ്യലി വെലോസിറ്റി എത്രയാണ്? u. ഇനീഷ്യൽ വെലോസിറ്റി u ആയിരുന്നപ്പോൾ അതിന്റെ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ ഇനീഷ്യൽ എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ നമുക്കത് ഒറിജിനലാണെന്ന് എടുക്കാം. സോ അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ 0. ഫൈനലി അതിന്റെ വെലോസിറ്റി എത്രയാ? 0. അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കുമ്പോൾ അതിന്റെ പൊസിഷൻ എവിടെയാണ്? അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അവിടെ. സോ യെസ്, റൈറ്റ്. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് -c പുറത്തു പോയി, ബാക്കി ഇന്റഗ്രൽ dx ഞാനത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് x ഫ്രം ദ ലിമിറ്റ് 0 to s എന്ന് കിട്ടും. ഞാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എനിക്ക് -c ഇൻറ്റു s - 0, അതായത് -cs. ഓക്കെ, റൈറ്റ്. അത് ഞാൻ ഈ സൈഡ് വാല്യൂറ്റ് ചെയ്തു. സോ എനിക്ക് എഴുതാം -cs ഈക്വൽ ടു ഇന്റഗ്രൽ. ഓക്കെ, ഞാനത് ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. വി റേസ് ടു 2/3. വി റേസ് ടു 2/3 എന്ന് പറഞ്ഞാൽ വി റേസ് ടു 2/3 + 1 / 2/3 + 1 ഫ്രം ദ ലിമിറ്റ് u to 0. So that implies -cs ഈക്വൽ ടു, ഓക്കെ, 2/3 + 1. 2/3 + 1 എന്ന് പറയുമ്പോൾ ഓക്കെ 5/3. സോ എനിക്ക് എഴുതാം വി റേസ് ടു 5/3 ഡിവൈഡഡ് ബൈ 5/3. സോ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/5 ഫ്രം ദ ലിമിറ്റ് u to 0. ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എനിക്ക് എഴുതാം -cs ഈക്വൽ ടു 2/5 ഇൻറ്റു 0 മൈനസ് u റേസ് ടു 5/3. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, റൈറ്റ്. എനിക്ക് ഈ മൈനസും ഇവിടുത്തെ ഓർഡറും ഫ്ലിപ്പ് ചെയ്യാം. സോ എനിക്ക് എഴുതാം cs ഈക്വൽ ടു 2/5 ഇൻറ്റു u റേസ് ടു 5/3. അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് s is equal to 2/5c u raised to 5/3. ഓക്കെ, സോ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ഈ എസ് ആണ് അതിന്റെ വെലോസിറ്റി 0 ആകുമ്പോഴുള്ള അതിന്റെ പൊസിഷൻ. ഓക്കെ, സോ ഞാൻ എസ് ഇവാലുവേറ്റ് ചെയ്തു. ഓക്കെ, റൈറ്റ്. അടുത്ത പാർട്ട് എന്തുവായിരുന്നു? ഓൾസോ ഫൈൻഡ് ടൈം ടേക്സ്. റൈറ്റ്, അതായത് എത്ര സമയം കൊണ്ടാണ് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 ആയത്. ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്, നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് ടൈമാണ് വേണ്ടത്. സോ ഞാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് എഴുതാം ആക്സലറേഷൻ ഈക്വൽ ടു dv/dt. ദാറ്റ് ഇംപ്ലൈസ് നമ്മുടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? -c v raised to 1/3 എന്ന് പറഞ്ഞാൽ -c v raised to 1/3 ഈക്വൽ ടു dv/dt. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ഞാൻ വിന്റെ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പൊ എനിക്ക് എഴുതാം -c dt ഈക്വൽ ടു dv/v raised to 1/3. റൈറ്റ്, ഓക്കെ, ശരി. അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ഞാൻ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ഇന്റഗ്രൽ, ഇവിടെ ഇന്റഗ്രൽ. ഇനിയുടെ ഇന്റഗ്രേഷൻ ലിമിറ്റിനെ പറ്റി ആലോചിക്കണ്ടേ? നമുക്കറിയാം എൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. അപ്പൊ ടൈം 0. ഫൈനലി എൻ്റെ വെലോസിറ്റി 0 ആവുന്നു. അപ്പൊ ടൈം എത്രയാ? t. എനിക്ക് ആ t ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഞാൻ അത് ക്യാപിറ്റൽ t എന്ന് എടുക്കുന്നു. ഓക്കെ, റൈറ്റ്. എങ്കിൽ -c പുറത്തു പോയി, ബാക്കി ഇന്റഗ്രൽ 0 to t dt ഈക്വൽ ടു ഇപ്പർ സൈഡ് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അത് ആക്ച്വലി ഓക്കെ നമുക്ക് സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. അത് ബേസിക്കലി v raised to 1/3 dv ഇന്റഗ്രൽ -1/3 ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. സോ അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? v raised to -1/3 + 1 / -1/3 + 1. ഓക്കെ, റൈറ്റ്. എന്ന് പറഞ്ഞാൽ v raised to 1 - 1/3. 1 - 1/3 എന്ന് പറഞ്ഞാൽ 2/3. സോ v raised to 2/3/2/3, റൈറ്റ്, എന്ന് പറഞ്ഞാൽ 3/2. ഓക്കെ, സോ എനിക്ക് എൻ്റെ റൈറ്റ് സൈഡ് കിട്ടി 3/2 v raised to 2/3
ഫ്രം ദ ലിമിറ്റ് യു ടു 0. സോ ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? -c ഇൻറ്റു t - 0. ഇപ്പുറത്തോ 3/2 0 മൈനസ് u റൈസ് ടു 2/3. ഓക്കെ റൈറ്റ്. ഇനി ഞാൻ സിംപ്ലിഫൈ ചെയ്യാം. എനിക്ക് അതിനകത്ത് ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഫസ്റ്റ് എനിക്ക് ഈ മൈനസ് സൈൻ കളയാം. എനിക്ക് ഇവിടുത്തെ ഓർഡർ ഷിഫ്റ്റ് ചെയ്യാം. സോ എനിക്ക് എഴുതാം c ടൈംസ് t ഈക്വൽ ടു 3/2 u റൈസ് ടു t/3. ഓക്കെ, അല്ലാതുകൊണ്ട് എനിക്ക് എഴുതാം ഇതിനകത്ത് നിന്ന് t ഈസ് ഈക്വൽ ടു 3/2c u റൈസ് ടു 2/3. ഓക്കെ റൈറ്റ്. അതായത് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണെങ്കിൽ അതിൻ്റെ റിട്ടാർഡേഷൻ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് റെസ്റ്റിലാവുമ്പോൾ ഇത്ര സമയമെടുക്കും, ആൻഡ് റെസ്റ്റിലാവുമ്പോഴത്തേക്കും അത് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇത്രയുമായിരിക്കും. ഓക്കെ.